ത്രിയേക ദൈവത്തിൻ്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഏറ്റവും അനുഗ്രഹപൂർണമായ ഒരു ദിനം ആശംസിക്കുന്നു. ഇത് നാം ഒരുമിച്ച് ധ്യാനിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം എല്ലാ വക മീനും പിടിക്കുന്ന വല എന്നുള്ളതാണ്. അതിന് ആധാരമായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 47 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ. ഇതിലെ 47-ാമത്തെ വാക്യം: പിന്നെയും സ്വർഗരാജ്യം കടലിൽ ഇടുന്നതും എല്ലാ വക മീനും പിടിക്കുന്നതുമായൊരു വലയോട് സദൃശ്യം. വിശുദ്ധ മത്തായി സുവിശേഷം 13-ാം അധ്യായം ആകമാനം സ്വർഗരാജ്യത്തെ കുറിച്ച് യേശു കർത്താവ് പറഞ്ഞ പല ഉപമകളാണ്. സ്വർഗരാജ്യത്തിൻ്റെ പല മാനങ്ങൾ നമുക്ക് ഈ ഉപമകളിലൂടെ ദൃശ്യമാകുവാൻ തക്കോണം ഇടയായിത്തീരും. നാം എല്ലാവരും ആഗ്രഹിക്കുന്നതും നാം എത്തിപ്പെടണം എന്ന് അതിയായി വാഞ്ചിക്കുന്നതുമായ ഒരു ഇടമാണ് സ്വർഗരാജ്യം. എന്നാൽ ആ സ്വർഗരാജ്യത്തിൽ അംശികളായി തീരുവാൻ നാം എങ്ങനെയൊക്കെ ജീവിതത്തെ ക്രമീകരിക്കണം എന്ന് വളരെ വ്യക്തമായി നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. നല്ല നിലങ്ങളായി വിത്താകുന്ന വചനത്തെ സ്വീകരിച്ച് നല്ല ഫലം പുറപ്പെടുവിച്ച് ഈ ലോകത്തിൽ ജീവിക്കുന്ന ഒരുവന് മാത്രമേ ദൈവരാജ്യത്തിൻ്റെ അനുഭവങ്ങൾ അനുഭവിപ്പാനും അതിൻ്റെ പൂർത്തീകരണം കാണുവാനും അതിലേക്ക് പ്രവേശിപ്പാനും സാധ്യമാകുകയുള്ളൂ എന്ന് നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. നാം ഇന്ന് ഒരുമിച്ച് ധ്യാനിക്കുന്ന ഭാഗത്ത് സ്വർഗരാജ്യത്തെ യേശു കർത്താവ് ഉപമിച്ചിരിക്കുന്നത് ഒരു വലയോടാണ്. ഒരു മുക്കുവൻ തൻ്റെ വേല ചെയ്യുവാനായി ഉപയോഗിക്കുന്ന ഒന്നാണ് വല. വല എറിഞ്ഞ് അത് ഉപയോഗിച്ച് കടലിൽ നിന്ന് മത്സ്യം പിടിച്ച് അവയെ വിറ്റ് ജീവിക്കുന്നവനാണ് മുക്കുവൻ. നാം സാധാരണഗതിയിൽ മുക്കുവൻ്റെ ജീവിതം ഇങ്ങനെയാണ് മനസ്സിലാക്കുക. എന്നാൽ ഇതിനിടയിൽ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട് എന്ന് യേശു വളരെ കൃത്യമായി പറയുകയാണ്. അത് സ്വർഗരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം അത്രേ. യേശു തമ്പുരാൻ സ്വർഗരാജ്യമാകുന്ന വല എറിഞ്ഞ ശേഷം അവയിൽ പിടിക്കപ്പെടുന്ന എല്ലാ മത്സ്യങ്ങളെയും തൻ്റെ പടകിൽ കൂട്ടിവെക്കും. എന്നിട്ട് ഒരു വേർതിരിവുണ്ട്. നല്ല മത്സ്യവും ചീത്ത മത്സ്യവും. ഭക്ഷണയോഗ്യമായ മത്സ്യമെല്ലാം മാറ്റുന്നത് പോലെ ഏറ്റവും നല്ല മത്സ്യങ്ങളെ മാറ്റുകയും ഭക്ഷണയോഗ്യമല്ലാത്ത മത്സ്യങ്ങളെ എറിഞ്ഞു കളയുവാനായി മാറ്റിവെച്ച് പുറത്തേക്ക് കളയുകയും ചെയ്യുന്ന ഒരനുഭവം. അതുപോലെ ദൈവരാജ്യ അനുഭവങ്ങളിലും ഒരു വേർതിരിവ് ഉണ്ടാകുമെന്ന് നമ്മെ ഓർപ്പിക്കുകയാണ്. യേശു കർത്താവ് പല പ്രാവശ്യം തൻ്റെ ഉപമകളിലൂടെ ഈ കാര്യം നമ്മെ വ്യക്തമാക്കി തരുന്നുണ്ട്. ഈ ലോകത്തിൽ ദൈവത്തിന് ഹിതകരമാവണ്ണം ജീവിതത്തെ ക്രമീകരിക്കുന്നവൻ മാത്രമേ ദൈവരാജ്യ അനുഭവങ്ങളിലേക്ക് പ്രവേശിക്കാൻ സാധ്യമാകുകയുള്ളൂ എന്ന് വളരെ വ്യക്തമാക്കുന്നുണ്ട് യേശു കർത്താവ് പല ഉപമകളിലൂടെ. ഇവിടെയും അതിനെ കുറച്ചുകൂടെ അരക്കിട്ട് ഉറപ്പിച്ചുകൊണ്ട് യേശു കർത്താവ് പറയുകയാണ്, നല്ലതിനെ മാത്രമേ തിരഞ്ഞെടുക്കത്തുള്ളൂ, തീയതിനെ എപ്പോഴും പുറമെ കളയുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചൂളയിൽ ഇട്ടുകളയുമെന്ന് വളരെ കൃത്യമായി യേശു കർത്താവ് നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. അത് ലോകാവസാനത്തിൽ, ലോകത്തിൻ്റെ അവസാന സമയത്ത് അപ്രകാരം സംഭവിക്കുന്നതാണ്. ഇവിടെ നാം ഓർക്കേണ്ടത് നാം ഏത് ഭാഗത്ത് എന്നുള്ളതാണ്. നീതിമാന്മാരായവരുടെ കൂട്ടത്തിലോ ദുഷ്ടരുടെ കൂട്ടത്തിലോ. അത് തിരിച്ചറിയേണ്ടത് നാം ദൈവത്തിന് എത്രമാത്രം പ്രയോജനകരമായി ജീവിതത്തെ നയിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തിന് ഉപയോഗപൂർണമായ വ്യക്തികളായി, ജീവിതങ്ങളായി നമ്മളെ ക്രമീകരിപ്പാൻ ഇടയാകുന്നിടത്താണ് ദൈവോന്മുഖമായി ജീവിച്ച് ദൈവത്തിനോട് ചേർന്ന് നിത്യതയുടെ അനുഭവത്തിൽ നമുക്ക് പ്രവേശിപ്പാൻ തക്കോണം ഇടയാകാം. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിനേക്കാൾ ഉപരി മറ്റെന്തിനെല്ലാം സ്ഥാനം നൽകി നാം ജീവിതത്തെ ക്രമീകരിക്കുന്നുവോ അവിടെ നമ്മുടെ ജീവിതത്തിന് പരാജയം സംഭവിക്കുന്നു എന്ന് യേശു തമ്പുരാൻ വളരെ വ്യക്തമായി പറയുകയാണ്. നാം അപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ നാം പുറത്തേക്ക് എറിയപ്പെടുന്നതിന് മാറ്റിവെക്കുന്ന
അല്ലെങ്കിൽ തീച്ചൂളയിലേക്ക് ഇറ്റുകളയുവാൻ സാധ്യതയുള്ളവരുടെ കൂട്ടത്തിൽ നാമും പെട്ടുപോകും എന്ന ബോധ്യം ജീവിതത്തിൽ ഉണ്ടാകണം. അതുകൊണ്ട് ജീവിതത്തെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടോടുകൂടെ ജീവിതത്തെ ക്രമീകരിപ്പാൻ നമുക്ക് ഇടയാകുന്നിടത്താണ്. നാം ഒന്നൊരിക്കലും മറന്നു പോകരുത്. ഈ ലോക ജീവിതത്തിൻ്റെ അവസാനത്തിൽ ഞാൻ ദൈവമുൻപാകെ ഒരു ന്യായാസനത്തിൻ്റെ മുൻപാകെ നിൽക്കേണ്ടി വരും. അവിടെ ഞാൻ ദൈവത്തിൻ്റെ മുൻപാകെ കണക്ക് ബോധിപ്പിക്കുമ്പോൾ ഞാൻ ദൈവത്തിന് ഉതകുന്ന ഫലം പുറപ്പെടുവിക്കുന്നവനായി തീരുവാൻ, ഫലം പുറപ്പെടുവിക്കുന്നവളായി അപ്രകാരം ദൈവമുൻപിൽ കണക്ക് നിരത്തുവാൻ നമുക്ക് സാധ്യമാകുന്നിടത്താണ് നിത്യതയെന്ന സ്വർഗത്തിൻ്റെ അനുഭവത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് നമുക്ക് പ്രവേശിപ്പാൻ സാധ്യമായി തീരുക. അല്ലെങ്കിൽ ദൂതന്മാർ ദുഷ്ടരെ ശേഖരിച്ച് നിത്യാഗ്നിയിൽ എറിഞ്ഞുകളയും പോലെ നാമും എറിയപ്പെടും എന്നതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, യേശു നമ്മളോട് വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ ജീവിതത്തെ ശരിയാക്കേണ്ടിയിരിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ ചില വ്യതിയാനങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിനോട് ചേർന്ന് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ, നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ, നമ്മുടെ ഇതര വ്യക്തികളോടുള്ള ബന്ധത്തിൽ, അവിടെയെല്ലാം ക്രിസ്തുവിനോട് ചേർന്ന് ജീവിതത്തെ ക്രമീകരിപ്പാൻ, തീരുമാനങ്ങളെടുപ്പാൻ, ജീവിതത്തിൻ്റെ മൂല്യങ്ങളെ നിർണ്ണയിപ്പാൻ നമുക്ക് സാധ്യമാകുന്നിടത്താണ് അനുഗ്രഹീതരായി തീരുമാനക്കൊണം ഇടയാകുക. എവിടെല്ലാമോ നാം നമ്മുടെ അല്ലെങ്കിൽ സെൽഫ്, ഞാൻ എന്ന ഭാവത്തിന് പ്രാധാന്യം നൽകി തീരുമാനങ്ങൾ എടുക്കുന്നുവോ, മൂല്യങ്ങളെ ക്രമീകരിക്കുന്നുവോ, എവിടെല്ലാം ദൈവത്തേക്കാൾ ഉപരി നാം മറ്റെന്തിനെല്ലാമോ സ്ഥാനം കൊടുക്കുന്നുവോ, അവിടെല്ലാം നാം ദൈവത്തിന് വേണ്ടി ഫലം പുറപ്പെടുവിക്കുന്നവരായിട്ടല്ല, മറിച്ച് ദൈവത്തിന് ഉപയോഗം ഇല്ലാത്തവരായി നാം മാറിപ്പോകുന്നുണ്ട്. അപ്രകാരമുള്ള നമ്മുടെ ജീവിത ഇടങ്ങളെ ക്രമീകരിക്കുമ്പോൾ മാത്രമാണ് നിത്യതയുടെ അനുഭവത്തിന് നമുക്കും പാത്രരായി തീരുവാൻ തക്കവണ്ണം ഇടയായിത്തീരുക. അപ്രകാരം നമ്മുടെ ജീവിതങ്ങളെക്കുറിച്ച് ആഴമായി ധ്യാനിപ്പാൻ, എവിടെല്ലാമോ നമ്മുടെ ജീവിതത്തിൽ ചില കറക്ഷൻ വേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ വരുത്തി കർത്താവിന് വേണ്ടി നല്ല ഫലം പുറപ്പെടുവിക്കുന്നവരായി നമ്മുടെ ജീവിതത്തെ ക്രമീകരിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരണം. എല്ലാ വക മീനും പിടിക്കുന്ന ഒരു വലയായ സ്വർഗരാജ്യത്തിൽ ഭാഗമായി നാം തീരുമ്പോൾ ഒടുക്കം ഒരു വേർതിരിവുണ്ടാകും. നല്ലതും തീയതും തമ്മിൽ വേർതിരിച്ച് തീയതിനെ എരിയുന്ന തീച്ചൂളയിൽ ഇറ്റുകളയും. ആ വലിയ ബോധ്യം നമ്മെ എപ്പോഴും ഭരിക്കുമാറാകട്ടെ. ആ ബോധ്യത്തോടു കൂടി ക്രിസ്തുവിനെ കൊള്ളാകുന്നവരായി നല്ലത് പ്രവർത്തിച്ച ക്രിസ്തുവിന് വേണ്ടി ആവോളം ഫലം പുറപ്പെടുവിപ്പാൻ ദൈവം തമ്പുരാൻ നമ്മളെല്ലാവരെയും ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.